ഹലോ, വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ പാൻ വെച്ചിട്ട് നമുക്ക് മീഗാസ് എന്ന് പറയുന്ന ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് പാൻ ഇതേപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ അരിഞ്ഞെടുക്കാൻ പാനില്ലെങ്കിൽ ഈ പാക്കറ്റിൽ അരിഞ്ഞ പാൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ആയാലും നമുക്ക് വാങ്ങിച്ചുണ്ടാക്കാം. ഇതിപ്പോൾ 2 ദിവസമെത്തിയ പാനോ അല്ലെങ്കിൽ 3 ദിവസമെത്തിയ പാനായാലും കളയണ്ട. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് പാനായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇന്നലത്തെ പാനാണ്. അപ്പോൾ ഇന്നലത്തെ പാൻ നമുക്ക് ഇന്ന് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് മീഗാസ്. മീഗാസ് എന്ന് പറയുന്നത് സ്പെയിനിലെ ഒരു ഭക്ഷണമാണ്. അപ്പോൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഫീസ്റ്റ് ദിവസങ്ങളിലൊക്കെയാണ് മീഗാസ് കൂടുതലായിട്ട് കഴിക്കണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പാലിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാനിനെ നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. കുറേശ്ശെ പാനിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുതിർത്തിയെടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാൻ ഇങ്ങനെ ഭയങ്കര ക്രിസ്പി ആയി പോവും. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർക്കണത്. പിന്നെ എക്സ്ട്രാ ഉപ്പ് നമ്മൾ ഇതിൽ ചേർക്കണില്ല, ഈ ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഇത് പാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 വെളുത്തുള്ളി ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ തൊലി കളയാണ്ട് ഇടാം, വെളുത്തുള്ളി അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ടിടാം. പിന്നെ വേണ്ടത് ഇത് ഇറച്ചിയാണ്, പൻസേത്ത എന്ന് പറയും, പോർക്കിൻ്റെ ഇറച്ചിയാണ്. അപ്പോൾ പോർക്കിൻ്റെ ഇറച്ചി ഇതേപോലെ അരിഞ്ഞ് എടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ചൊറീസോ പോർക്ക് ഉണക്കിയതാണിത്. പോർക്ക് ഉണക്കിയത് ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ നീളത്തിൽ അരിയാം, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിത് റൗണ്ടായിട്ട് അരിഞ്ഞതിന് ശേഷം വീണ്ടും അത് 2ആക്കി മുറിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു കോട്ടിങ്, ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ട്, അത് നമുക്ക് എടുത്ത് കളയാം, അത് ഉപയോഗിക്കേണ്ട. ശേഷം ഒരു ചട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞതിന് ശേഷം അങ്ങനെ എണ്ണയിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അതിന് ശേഷം വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ തൊലിയെപ്പാടെ ഇങ്ങനെ ഇടാം, അങ്ങനെ വേണമെങ്കിലും ഇടാം. തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ക്യാപ്സിക്കവും സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം. വറുത്ത് കോരിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ച് ഒന്ന് വാട്ടിയെടുക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ എടുക്കുക. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൻസേത്ത ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതായത് പോർക്ക് ഇറച്ചിയാണിത്, ഫ്രഷാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ എടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചൊറീസോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, ഒന്നും കൂടി ഫ്രൈ ആയിട്ടുണ്ട്. ശരിക്കും ഫ്രൈ ആവരുത്, മൊരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പാൻ കുതിർത്തി വെച്ചിരിക്കണം പാൻ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൈ വിടാണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അടിയിൽ പിടിക്കരുത്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കണത്. അപ്പോൾ പിമിയൻതോൺ ദുൾസെ എന്നാണ് ഇവിടെ പറയണത്. ഈ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം ചേർക്കേണ്ട, ഒരുപാടായാൽ വേറെ ടേസ്റ്റ് ആവും, കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കൈവിടാണ്ട് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക, വെള്ളമൊന്നും ഇല്ലാണ്ട്. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ വെള്ളം കടിക്കരുത്. ഇതിൽ നിന്ന് പാൻ നമ്മൾ കുതിർത്തിയത് പാൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരാതെ ആ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പം മീഗാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണാം.